നമ്മുടെ പെരിയാർ ടൈഗർ റിസർവിൽ ഒരു 4-5 മണിക്കൂർ സമയം കൊണ്ട് ട്രെക്കിങ്ങും റാഫ്റ്റിങ്ങും ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് അത്യാവശ്യം ആനിമൽസിനെല്ലാം കണ്ട് റിലാക്സ് ആയി തിരിച്ചു വരാവുന്ന ഒരു പ്രോഗ്രാമാണ് ബാംബു റാഫ്റ്റിംഗ് ഹാഫ് ഡേ. ബാംബു റാഫ്റ്റിംഗ് ഫുൾ ഡേ നടക്കുന്ന ലൊക്കേഷനിൽ നിന്ന് മാറി വേറൊരു സൈഡിലായതുകൊണ്ട് നമ്മുടെ ലാൻഡ്സ്കേപ്പും അതുപോലെ കാണുന്ന മൃഗങ്ങൾക്ക് പോലും വ്യത്യാസം ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഒരു ദിവസം മുഴുവനും ഇവിടെ സ്പെൻഡ് ചെയ്യാൻ സമയമില്ലാത്തവർക്ക് പറ്റിയ പ്രോഗ്രാമാണ് ബാംബു റാഫ്റ്റിംഗ് ഹാഫ് ഡേ. ട്രെക്കിങ്ങിന്റെ ഒപ്പം മുള കൊണ്ടുള്ള ചങ്ങാടത്തിൽ കുറച്ചു ദൂരം പോയി രാവിലെ പുഴയുടെ തീരത്ത് വരുന്ന മൃഗങ്ങളെല്ലാം കണ്ട് പതിയെ തിരിച്ചു വരാം. കബനിയിലും ബന്ദിപ്പൂരും ഒന്നും പോയിട്ടും കാണാൻ പറ്റാതിരുന്ന ഡോൾ അല്ലെങ്കിൽ ഏഷ്യൻ വൈൽഡ് ഡോഗ് കാട്ടുനായനെ ആദ്യമായിട്ട് കാണാൻ പറ്റിയതും ഇവിടെ വെച്ചാണ്. തലേ ദിവസം രാത്രി കുമളിയിലൊന്ന് റൂം എടുത്തിട്ട് പിറ്റേന്ന് രാവിലെ 7 മണിക്കാണ് ഞാൻ നമ്മുടെ പെരിയാറിന്റെ പാർക്കിംഗ് ഏരിയയുടെ തൊട്ടടുത്തുള്ള ഫോറസ്റ്റ് ഓഫീസിൽ റിപ്പോർട്ട് ചെയ്തത്. 7:30 നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയം. നമ്മൾ 4 പേരെ ഇന്ന് ഈ പ്രോഗ്രാമിനുള്ളൂ. ഇവര് 3 പേര് ഫോറിനേഴ്സും പിന്നെ ഞാനും. കുമളിയിലെ പെരിയാർ ടൈഗർ റിസർവിനോട് ചേർന്ന് കിടക്കുന്ന ട്രൈബൽ കോളനീസും സെറ്റിൽമെന്റ്സും എല്ലാം ക്രോസ് ചെയ്ത് വേണം നമ്മൾ കാട്ടിലേക്ക് കടക്കാൻ. ഇവിടുത്തെ ഏത് പ്രോഗ്രാം എടുത്താലും നമ്മുടെ കൂടെ വരുന്ന ഗൈഡ്സ് എല്ലാം ഈ ഏരിയയിൽ തന്നെ ഉള്ളവരായിരിക്കും. ഈ ഗേറ്റ് കടക്കുന്നതോടുകൂടി നമ്മൾ ഒഫീഷ്യലി ടൈഗർ റിസർവിന്റെ അകത്താണ്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ മറ്റ് പ്രോഗ്രാംസ് എടുത്താൽ പോകുന്ന ലൊക്കേഷനിൽ നിന്നെല്ലാം മാറി വേറൊരു ലാൻഡ്സ്കേപ്പാണ് ഇവിടെ. വള്ളക്കടവ് ജംഗിൾ ക്യാമ്പിലെ പോലെ കുത്തനെയുള്ള കയറ്റങ്ങളും അല്ല ഇവിടെ. അതുപോലെ തന്നെ പെരിയാറിലെ മറ്റ് പ്രോഗ്രാംസിലെ പോലെ പുഴയുടെ തീരത്തുള്ള നിരപ്പായ പ്രദേശങ്ങളോ ഓപ്പൺ ആയിട്ടുള്ള കണ്ടങ്ങളോ അല്ല. എന്തായാലും ആനകൾക്ക് ഈ ഭാഗത്തൊരു പഞ്ഞമില്ല. കുറച്ചു മുമ്പ് ഇതുവഴി കടന്നുപോയ ആരോ ചെയ്തു വെച്ച പണിയാണിത്. ഇപ്പോ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന ശബ്ദം നമ്മുടെ മലയണ്ണാന്റെയാണ്. ഇവര് നല്ല സൈസ് ആയതുകൊണ്ട് അങ്ങനെ ഭൂമിയിൽ ഇറങ്ങി കാണാറില്ലെങ്കിലും ഒരിക്കലും കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവാറില്ല. ഈ ബാംബു റാഫ്റ്റിംഗ് ചെയ്യാൻ 2 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന് ബാംബു റാഫ്റ്റിംഗ് ഫുൾ ഡേ, പിന്നെ ഇപ്പൊ ചെയ്യുന്ന പ്രോഗ്രാം ബാംബു റാഫ്റ്റിംഗ് ഹാഫ് ഡേ. ബാംബു റാഫ്റ്റിംഗ് ഫുൾ ഡേ രാവിലെ 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് വൈകിട്ട് 5 മണി വരെയാണ്. അതിൽ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഇൻക്ലൂഡഡ് ആണ്. അത്രയും സമയമുള്ളതുകൊണ്ട് തന്നെ ഫുൾ ഡേ ആണെങ്കിൽ കൂടുതൽ സമയം നമുക്ക് ആനിമൽസിനെ കാണാനുള്ള ഭാഗ്യം പരീക്ഷിക്കാം. 2900 രൂപയാണ് ബാംബു റാഫ്റ്റിംഗ് ഫുൾ ഡേക്ക് ഒരാൾക്ക്. ഇനി ബാംബു റാഫ്റ്റിംഗ് ഹാഫ് ഡേ ആണെങ്കിൽ ഒരാൾക്ക് 2200 രൂപ. മിനിമം 2 പേരില്ലെങ്കിൽ 2 പേരുടെ ചാർജും ഒരാൾ കൊടുത്തിട്ട് വേണം പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ. നമ്മൾ ഈ നടക്കുന്ന വഴി തന്നെ ഒരു മരത്തിന്റെ ഹോളിലിരുന്ന് 2 പേര് ഉറങ്ങുന്നത് കണ്ടില്ലേ? ഇത് ഇന്ത്യൻ സ്കോപ്സ് ഔളാണ്. മലയാളത്തില് ചെവിയൻ നത്ത് എന്ന് പറയും. മൂങ്ങളുടെ ഒക്കെ ഒരു ലൈഫല്ലേ. പകല് മൊത്തം നല്ല കൂർക്കം വലിച്ച് മുട്ടിനുറക്കം, ഇരുട്ട് വീണ ഫുൾ ആക്റ്റീവും. ഞാൻ ആദ്യം കണ്ടപ്പോ ഇത് 2 ചിക്സ് ആണെന്ന് വിചാരിച്ചിരുന്നത്. പക്ഷെ ഇവർ 2 പേരും ഫുൾ ഗ്രൗൺ ആയിട്ടുള്ള 2 ഔൾസ് ആണ്. തൊട്ട് പുറകില് ഒരു 8 കാലി ഇരിക്കുന്നത് കാണാം. പക്ഷെ ഈ നൈറ്റ് ഷിഫ്റ്റ് എല്ലാം കഴിഞ്ഞ് വന്ന് ഉറങ്ങുന്നവരെ ഇതൊന്നും ബാധിക്കില്ലല്ലോ. രണ്ടെണ്ണം കടുവകളുടെ പഗ് മാർക്സ് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. പക്ഷെ ഈ കാട്ടില് ഇവരെ കാണുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ട് കാര്യമില്ലല്ലോ. പക്ഷെ കുറച്ചങ്ങോട്ട് നീങ്ങിയപ്പോ കാട്ടികളുടെ ഒരു ഗ്രൂപ്പ് നിൽക്കണ്ടായിരുന്നു.
നമ്മുടെ സൗത്ത് ഏഷ്യയിലും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലും മാത്രം കാണുന്ന മൃഗങ്ങളാണ് ഈ കാട്ടികൾ അല്ലെങ്കിൽ ഇന്ത്യൻ ഗൗർ. അതിൽ ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ ഇന്ത്യയിലും. ബോവിഡ് അല്ലെങ്കിൽ ബൊവിയുടെ ഫാമിലിയിലെ കന്നുകാലി കുടുംബത്തിലെ ഏറ്റവും വലിയ ആനിമലാണ് ഈ ഇന്ത്യൻ ഗൗർ. ഈ ഫാമിലിയിൽ തന്നെ പെടുന്ന ആനിമൽസ് ആണ് നമ്മുടെ ആടുകളും പോത്തുകളും പശുക്കളും കാളകളും എല്ലാം. ഇവരെല്ലാവരും സെയിം ഫാമിലിയിലെ തന്നെ പല പല ആനിമൽസ് ആയതുകൊണ്ട് കാട്ടീനെ കാട്ടുപോത്ത് എന്ന് വിളിച്ചാൽ കാട്ടുപോത്തിനെ ആട് എന്ന് വിളിക്കുന്ന പോലെ തന്നെ ഇരിക്കും. നമ്മുടെ പെരിയാറിലും പറമ്പിക്കുളത്തും അതുപോലെ നാഗർഹോളിലൊക്കെ തന്നെയാണ് ഇവരുടെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ളത്. പക്ഷേ പെരിയാറിലെ പോലെ അത്ര ഭംഗിയായിട്ട് ഓപ്പൺ ഫീൽഡിൽ ഇവരെ വേറെ എവിടെയും കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇവിടുത്തെ കാര്യമല്ല പറഞ്ഞത്, നമ്മൾ ബോട്ട് ലാൻഡിങ് ഏരിയയിലെല്ലാം പോകുമ്പോൾ ഉള്ള ഓപ്പൺ സ്പേസസിലെ കാര്യമാണ് ഉദ്ദേശിച്ചത്. ആനകളൊന്നും ഇതുവരെ കാണാൻ പറ്റിയില്ലെങ്കിലും ഈ പക്ഷികളുടെ എല്ലാം ശബ്ദം കേട്ട് ഈ കാട്ടിക്കൂട്ടി നടക്കാൻ തന്നെ ഒരു സുഖമാണ്. ഇവിടുന്ന് ഇനിയും നല്ലൊരു ഡിസ്റ്റൻസ് നടന്നാലാണ് നമ്മൾ ബാംബു റാഫ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്തെത്തുള്ളൂ. ഈ നേരെ കാണുന്ന ബിൽഡിങ്ങില്ലേ അവിടെ എത്തി കുറച്ചു നേരം റെസ്റ്റ് എടുത്ത് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടാണ് നമ്മൾ ബാംബു റാഫ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ശരിക്കും ഈ സ്ഥലം നമ്മുടെ ഇടപ്പാളയം വാച്ച് ടവറിൻ്റെ പുറകിലായിട്ട് വരും. ഇവിടുന്ന് ശരിക്കും എനിക്ക് തോന്നുന്നു ഒരു 500 മീറ്റർ താഴെ ദൂരം മാത്രമേ നമ്മൾ വെള്ളത്തിൽ കൂടി പോകുന്നുള്ളൂ. പക്ഷേ ആനകളെല്ലാം ഏറ്റവും കൂടുതൽ വെള്ളം കുടിക്കാൻ വരുന്ന സ്ഥലമായതുകൊണ്ട് എപ്പോൾ വന്നാലും എന്തെങ്കിലുമൊക്കെ മൃഗങ്ങളെ കാണാൻ പറ്റാറുണ്ടെന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത്. ഇവിടെ നിന്ന് തരുന്ന ലൈഫ് ജാക്കറ്റെല്ലാം ഇട്ടിട്ട് വേണം നമ്മൾ റാഫ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. മ്ലാവുകളെല്ലാം നല്ല വെയിലാണെങ്കിലും പുറത്തിറങ്ങിയിട്ടുണ്ട്. പെരിയാറിൽ എപ്പോൾ വന്നാലും വേഴാമ്പലുകളുടെ ചിറകടി ശബ്ദവും അതുപോലെ ചിലപ്പോഴൊക്കെ നല്ല ദൂരത്തിൽ കൂടി പറന്നു പോകണം കണ്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ അടുത്ത് കാണാൻ പറ്റിയില്ല. ഇവിടെ ഒരു വേഴാമ്പല് നല്ല ദൂരത്തിരിക്കുന്നുണ്ട്, പക്ഷേ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഡിസ്റ്റൻസ് ആയിരുന്നില്ല. പിന്നെ എനിക്കൊരു വലിയ അബദ്ധം പറ്റി. ഈ ചങ്ങാടത്തിലേക്ക് കയറുന്നതിന് മുമ്പ് ഞാൻ ട്രൈപോഡ് അവിടെ ഫോറസ്റ്റ് ഓഫീസിൽ വെച്ചു. ട്രൈപോഡ് ഇല്ലാതെ നോർമലായിട്ടുള്ള സ്ഥലത്ത് നിന്നാൽ പോലും 600mm ലെൻസ് സൂം ചെയ്ത് ഒരു വീഡിയോ എടുക്കാന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്, നല്ല ഷെയ്ക്കാവും. അപ്പോൾ വെള്ളത്തിലെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തായാലും വേഴാമ്പലിനെ കണ്ടത് തന്നെ സന്തോഷം. ആന എന്തായാലും കാണും എന്ന് പ്രതീക്ഷ വന്നെങ്കിലും ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഒന്നായിരുന്നു ഈ വൈൽഡ് ഡോഗ്സിനെ. നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഫോറസ്റ്റ് ഓഫീസ് ബിൽഡിങ്ങിന്റെ സൈഡിലാണ് ഇവരുടെ സൗണ്ട് കേട്ടതും 3 പേര് ഒരു കേഴമാന ഓടിക്കുന്നത് കണ്ടതും. ക്യാമറയെല്ലാം സെറ്റാക്കി വന്നപ്പോഴത്തേക്കും അവർ പോയി. പക്ഷേ ഒരാൾ മാത്രം ഈ കേഴമാന വിടാതെ ഓടിക്കണ്ടായിരുന്നു. 10 മുതൽ 40 പേര് വരെയുള്ള ഇവരുടെ ക്ലാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്നാണ് കണക്കുകളെല്ലാം പറയണത്. അങ്ങനെ സാധാരണ ഒരുമിച്ച് ഹണ്ട് ചെയ്യുന്ന ഇവരെ ഇങ്ങനെ ഒരാൾ മാത്രം ഹണ്ടിങ് നടത്തുന്നത് അപൂർവമായിട്ടേ കാണാറുള്ളൂ. അങ്ങനെ പാക്കായിട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് വേട്ട നടത്തുന്നവരാണെങ്കിലും ഇവർ എൻഡേഞ്ചേർഡ് സ്പീഷീസാണ്. ആനുവൽ ക്യാമറ പിടിച്ച് സമാധാനത്തിലൊരു സ്ഥലത്തിരുന്ന അനങ്ങാതെ ഇരുന്നാൽ നമുക്ക് വീഡിയോ പിടിക്കാം. പക്ഷേ വെള്ളത്തിൽ ആ പണി നടക്കൂല, പ്രത്യേകിച്ച് 600mm ലെൻസ്. ആകെ 2500 താഴെയാണ് പോപ്പുലേഷൻ ഇവരുടെ ഇനി ബാക്കിയുള്ളത്.
ഈ 2500 എന്ന് പറയുന്നത് മെച്യൂർ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന്റെ കാര്യമാണ് കേട്ടോ, അതായത് കുട്ടികളും ജുവനൈൽസും ഒന്നും കൂടാതെ. അതുപോലെ നമ്മൾ പറയണത് ഈ ഏഷ്യൻ വൈൽഡ് ഡോഗ്സിന്റെ കാര്യമുണ്ടോ, അല്ലെങ്കിൽ ധോൾസ്. നമ്മുടെ ആഫ്രിക്കൻ വൈൽഡ് ഡോഗ്സ് വേറെയാണ്, അവരുടെ കാര്യമല്ല പറയണത്. പക്ഷെ അവരും എൻഡേഞ്ചേർഡ് സ്പീഷീസ് തന്നെയാണ്. ഇതൊക്കെ പറയുന്നതിനിടയ്ക്ക് കേഴമാൻ നീന്തി അപ്പുറം കയറിപ്പോയി. പക്ഷെ ഈ ഒരു വൈൽഡ് ഡോഗ് ഇപ്പോഴും അതിനെ വിട്ടിട്ടില്ല, നേരെ ചാടി നീന്തി. ഇവർക്കൊക്കെ എന്ത് നാച്ചുറൽ ആയിട്ട് നീന്തലെല്ലാം വരുന്നല്ലേ. ആനയായാലും മാനായാലും ഈ വൈൽഡ് ഡോഗ് ആയാലും എത്ര എഫേർട്ട്ലെസ് ആയിട്ട് അവർ നീന്തലെന്ന് നോക്കി. ഇവര് എൻഡേഞ്ചേർഡ് സ്പീഷീസ് ആയതിന്റെ ഏറ്റവും വലിയ കാരണങ്ങളിലൊന്ന് ഇവരുടെ ഗ്രൂപ്പായിട്ടുള്ള ലൈഫ് തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാവും. ഒരു മാനിനെ പിടിച്ചു കഴിഞ്ഞാൽ 10-12 പേർക്കെങ്കിലും കഴിക്കണം. അതുപോലെ ഇവരുടെ ഹണ്ടിങ്ങിന്റെ സക്സസ് റേറ്റ് എന്ന് പറയുന്നത് 20% ആണ്, 20%. 5 പ്രാവശ്യം ട്രൈ ചെയ്യുമ്പോൾ ഒരു തവണ സക്സസ് ആവുന്നത് പോലെ. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഇവിടെ ഒരാൾ ഒറ്റയ്ക്കൊരു മാനിന്റെ പുറകെ ഓടുന്നത്. അവസാനം രക്ഷയില്ല എന്ന് മനസ്സിലായപ്പോൾ ആള് നേരെ കാട്ടിലേക്ക് തിരിച്ച് കയറി പോവുകയും ചെയ്തു. നമ്മുടെ പ്രോഗ്രാം ഹാഫ് ഡേ ബാംബു റാഫ്റ്റിംഗ് ആണല്ലോ, അതുകൊണ്ട് ഇനി പതിയെ തിരിച്ചു പോകണം. ഇതേ ഒരു ചെങ്കീരി. ഈ ചെങ്കീരികളും നമ്മൾ പലപ്പോഴും പല മൂങ്ങകളുടെ എല്ലാം കാര്യം പറയും പോലെ തന്നെ ഇന്ത്യയിലും അതും പശ്ചിമഘട്ടത്തിന്റെ ഏരിയാസിലും ശ്രീലങ്കയിലും മാത്രം ജീവിക്കുന്നവരാണ്. നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്ന പലതരം കീരികളിൽ ഒന്ന് മാത്രമാണ് ഇവര്. ഇന്ത്യൻ ബ്രൗൺ മംഗൂസ്, തവിടൻ കീരി, പിന്നെ റെഡി മംഗൂസ്, ചുണയൻ കീരി, പിന്നെ നമ്മുടെ വീടിന്റെ പരിസരങ്ങളിലെല്ലാം ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഇന്ത്യൻ ഗ്രേ മംഗൂസ്, അതാണ് നാടൻ കീരി. നമ്മൾ പതിയെ നമ്മൾ ഈ ചങ്ങാടത്തിൽ കയറിയ പോയിന്റിൽ തന്നെ തിരിച്ചെത്തി. ഇനി തിരിച്ച് വന്ന വഴിയല്ല, വേറൊരു വഴി വേണം തിരിച്ചു നടക്കാൻ. ഈ കാട്ടുപന്നികളെ മിക്കവാറും ഇങ്ങനെ കൂട്ടുമായിട്ടാണ് കാണാറ്. ഇത്രയും വേഗത്തില് ഈ ഒരു എമൗണ്ടിൽ ബ്രീഡ് ചെയ്യുന്ന അല്ലെങ്കിൽ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന വേറെ മാമൽസ് ഉണ്ടോന്ന് അറിയില്ല. ഒരു ഫീമെയിൽ വൈൽഡ് ബോർ 8 മാസമോ അല്ലെങ്കിൽ 1 വർഷത്തിൽ താഴെ സമയത്ത് തന്നെ പ്രായപൂർത്തിയാവും. ചിലപ്പോൾ 12 കുഞ്ഞുങ്ങൾ വരെ ഒരു ടൈമിൽ ഉണ്ടാവുകയും ചെയ്യും. പിന്നെ അത് മാത്രമല്ല, വർഷത്തിൽ ഈ സമയത്തിൽ മാത്രമേ ബ്രീഡ് ചെയ്യുള്ളൂ എന്നുള്ള റൂൾസ് ഒന്നും ഇവർക്ക് ഫിക്സ്ഡ് ആയിട്ടില്ല. എന്നാലും കൂടുതൽ കാണുന്നതും നവംബർ-ഡിസംബർ മാസങ്ങളിലാണ് മാത്രം. പിന്നെ എല്ലാ കണ്ടീഷനിലും പെട്ടെന്ന് അഡാപ്റ്റ് ആവാനുള്ള കഴിവും നാച്ചുറൽ ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്പ്രെഡ് ആയിട്ട് കിടക്കുന്ന പോപ്പുലേഷനുള്ള മാമൽസ് ആണ് ബോർസ്, നമ്മുടെ കാട്ടുപന്നികൾ. പെരിയാർ ടൈഗർ റിസർവ് ആരെയും നിരാശപ്പെടുത്തും എന്നെനിക്ക് തോന്നുന്നില്ല. ഇവിടുത്തെ പ്രോഗ്രാംസ് ഏതെടുത്താലും എന്തെങ്കിലുമൊക്കെ സർപ്രൈസ് അതിനകത്ത് ഉണ്ടാവും. ഇടപ്പാളയം വാച്ച് ടവറിൽ സ്റ്റേ ചെയ്യണമെന്ന് കുറെ നാളായിട്ട് ആലോചിക്കുന്നു. അതിന് വേണ്ടി തിരിച്ചു വരാം എന്നും കരുതുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.